സ്കൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഉടമകളുടെ സ്വത്തിന്മേലുള്ള താത്കാലിക ജപ്തി സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് റദ്ദാക്കി. ഹൈക്കോടതിയാണ് കീഴ്ക്കോടതി ഉത്തരവ് റദ്ദാക്കിയത്. ജപ്തി സ്ഥിരപ്പെടുത്തൽ അപേക്ഷ നൽകിയത് സമയപരിധി കഴിഞ്ഞാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഷംന അശോക് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഷംന, കീഴ്ക്കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കാനിടയായ സന്ദർഭം എന്തൊക്കെയാണ്? താൽക്കാലികമായി സ്വത്തുവകകൾ ജപ്തി ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് സ്ഥിരപ്പെടുത്തുന്നതിന് സർക്കാർ തന്നെ അപേക്ഷ നൽകേണ്ടതുണ്ട്. ആ അപേക്ഷയ്ക്ക് ഒരു സമയപരിധിയുമുണ്ട്. സാധാരണ കാലയളവിൽ 30 ദിവസമാണ് നൽകാറ്. ഏതെങ്കിലും അടിയന്തര സാഹചര്യമാണെങ്കിൽ അത് 60 ദിവസം വരെ നീട്ടി നൽകാറുമുണ്ട്. പക്ഷേ അതായത് 2023 നവംബർ 21-നാണ് ഈ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടി ഉണ്ടാകുന്നത്. അത് പിന്നീട് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി 2024 മാർച്ചിൽ മാത്രമാണ് സർക്കാർ അപേക്ഷ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ഈ ഹർജിക്കാർ ഹൈക്കോടതിയിൽ കാണിച്ചിട്ടുള്ളത്. അത് പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് വിചാരണ കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി നിലവിൽ റദ്ദാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ സർക്കാരിന്റെ നിയമപരമായ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട്, അതായത് ഇനി ഏതെങ്കിലും തരത്തിൽ വേഗത്തിൽ അപേക്ഷ നൽകിക്കൊണ്ട് സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടിയിലേക്ക് കടക്കാം എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ആദ്യത്തെ ജപ്തി നടപടി ഇതോടുകൂടി റദ്ദായി പോവുകയാണ്. 200-ലധികം കോടിയുടെ സ്വത്തുവകകളാണ് സർക്കാർ ജപ്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു കൂടുതൽ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു സർക്കാരിന്റെ അടിയന്തര നടപടി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഏതായാലും അതാണ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുള്ളത്. ഇനി തുടർ നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഉള്ള ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് ബാധിക്കില്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്.